ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. അസ്തഗ്ഫിറുള്ള എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ മഹാപാപം ചെയ്താൽ മാത്രം പറയേണ്ട ഒരു കാര്യമല്ലല്ലോ ശരിക്ക്. നമ്മളുടെ ഒരു ജീവശ്വാസമായി നിലനിൽക്കേണ്ട ഒരു ദിക്റാണത്. കാരണം നമ്മളടുത്ത് എന്ത് തന്നെയാണെങ്കിലും കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. അത് നമ്മളെപ്പറ്റി എന്ത് വിചാരിച്ചാലും അള്ളാഹു അതാണല്ലോ പറയണത്. ശരിക്കും അള്ളാഹ് നമ്മളെ സൂക്ഷ്മമായി പിടികൂടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ വളരെ കണിശമായി വിചാരണ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, പരലോകത്ത് നമ്മൾ ചെയ്ത ഓരോ കാര്യവും, നമ്മൾക്ക് സംഭവിച്ച ഓരോ വീഴ്ചയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പടച്ചവൻ വിചാരണക്ക് വിധേയമാക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പരാജയപ്പെടും. അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഭാഗമായി അങ്ങനെ ചെയ്യാതെ അള്ളാഹു നമ്മളോട് വളരെ വിട്ടുവീഴ്ചാപൂർവ്വം പെരുമാറുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ആ വിട്ടുവീഴ്ച നേടിയെടുക്കുന്നത് ഈ അസ്തഗ്ഫിറുള്ളയിലൂടെയാണ്, നമ്മളുടെ ഇസ്തിഗ്ഫാറിലൂടെയാണ്, തൗബയിലൂടെയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും പാപസുരക്ഷിതനായ ഒരാളാണ്, നമ്മളെപ്പോലുള്ള ഒരാളല്ല. പക്ഷെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം 100 തവണ പടച്ചവനോട് പാപമോചനം നടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മനോഭാവമാണത്. അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ എത്ര നിസ്സാരരാണെന്നും അള്ളാഹുവിനോട് നമ്മൾ എന്തൊക്കെ അതിക്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ശരിക്ക് ഇസ്ലാമിൽ നിരന്തരമായി പല രീതിയിൽ ഓർമ്മിപ്പിക്കപ്പെട്ടൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൗബ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്ന അതിൻ്റെ പേരിലാണ്. അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മഴ പെയ്യുമെന്ന് വെച്ചാൽ മഴ പെയ്യും. അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ നമ്മൾക്ക് സമൃദ്ധി ഉണ്ടാവുമെന്ന് വെച്ചാൽ സമൃദ്ധി ഉണ്ടാവും. കാരണം നമ്മളതൊരു ഒരു മാജിക്കൽ വേർഡ് പോലെ എന്തോ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. അതിനെയാണ് അള്ളാഹ് പരിഗണിക്കുന്നത്. അവിടെയാണ് അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിനോട് പുറത്ത് തരണേ എന്ന് പറയുമ്പോൾ പുറത്തു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടാണ് ബാക്കി അനുഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ ജാഹിലിയ കാലത്ത് ധാരാളമായി പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന, മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്തിരുന്ന ഒരാളെക്കുറിച്ച് അയാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അള്ളാഹുവെ എനിക്ക് പുറത്ത് തരണേ എന്ന് അയാൾ അള്ളാഹിനോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നാണ്. അതായത് നമ്മളുടെ വിജയത്തിൻ്റെ ഒരു ക്രൈറ്റീരിയനാണത്. അപ്പോൾ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മരണത്തിന് മുമ്പ് എപ്പോൾ ഒരാൾ പറയാൻ തയ്യാറായാലും അയാൾക്ക് മുന്നിൽ ഈ വാതിലുകൾ തുറന്നിടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചേക്കുക, ഉഹദ് യുദ്ധത്തിൻ്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം പ്രയാസപ്പെട്ട ഒരു യുദ്ധമുഖം വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, സഹാബിമാർ യുദ്ധം ജയിച്ചു എന്ന് കരുതുന്നു. ആ കുന്നിന് മുകളിൽ നിന്നിരുന്ന ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെയൊക്കെ ആയ സമയത്ത് പെട്ടെന്ന് ഖാലിദ് ഇബ്നു വലീദിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് മുശ്രിക്കുകൾ തിരിച്ചു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെടുന്നു. ആകെ 8-10 സഹാബിമാർ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളത്. അവർ പ്രവാചകനെയും കൊണ്ട് ഉഹദ് മലയിലേക്ക് കയറുന്നു. അവിടെ ആരും കാണാത്തൊരു പൊത്തിനുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒളിപ്പിക്കുന്നു. അവിടെ ത്വൽഹാ റളിയല്ലാഹു അൻഹുവും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ നമുക്കറിയാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടായത്? അമ്പ് വരുന്നു, പ്രവാചകൻ്റെ കവിളിൽ കൊള്ളുന്നു, പല്ല് തെറിച്ചു പോകുന്നു, അത് എടുക്കാൻ പറ്റാതാവുന്നു. ആ ഒരു രംഗം നമ്മൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ഗുഹയിൽ അനുയായികൾ ഒളിപ്പിക്കുകയാണ്. പക്ഷേ അനുയായികൾ എന്ന് പറയാൻ ആരും ഇല്ല പ്രവാചകൻ്റെ കൂടെ. ആകെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അന്ത്യപ്രവാചകൻ്റെ കവിളിൽ ഒരു അമ്പ് തറച്ച് നിൽക്കുകയാണ്. അത് എടുക്കാൻ പറ്റുന്നില്ല, പല്ല് തെറിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലേറ് കൊള്ളുകയാണ്. കല്ലേറ് കൊണ്ടിട്ട് ചുണ്ട് മുറിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ അമ്പ് കൊള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തലക്ക് വെച്ച കവചത്തിന് മുകളിലൂടെ ഒരു വാള് വന്ന് വെട്ടിയിട്ട് ആ ഇരുമ്പ് കമ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയോട്ടിക്കുള്ളിലേക്ക് തറക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന പ്രവാചകനൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് സഹാബി പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ നിന്ന് ആ അമ്പ് ഇത് പറിച്ചു കൊടുക്കുകയാണ്. അതാ പറിച്ചു കൊടുക്കുന്ന സമയത്ത് നബിക്ക് വേദന ആകാതിരിക്കാൻ വേണ്ടി പ്രഷർ മുഴുവൻ സ്വന്തം മോണയിലേക്കും പല്ലിലേക്കും കൊണ്ടുവന്നിട്ട് ആ സഹാബിൻ്റെ പല്ല് നഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിട്ട് പറയുന്നുണ്ടല്ലോ, സ്വന്തം പ്രവാചകനെ ഈ രീതിയിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് രക്ഷപ്പെടുക, എങ്ങനെയാണ് വിജയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്വാഭാവികമായൊരു ആത്മകഥം പോലെ പറഞ്ഞു പോവുകയാണ്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇമ്രാനിലെ 128-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ആ സമയത്താണ്. നമ്മൾക്ക് സ്വഹീഹ് മുസ്ലിമിൽ
ഇതുമായിട്ട് അല്ല പിന്നെ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനം കാണാൻ കഴിയും. അവിടെ ആ ഹദീസിൽ നമ്മൾക്ക് കാണാം ഈ ആയത്ത്, അതായത് വളരെ പ്രസിദ്ധമായ പിന്നെ ആയത്താണ്. അപ്പോൾ പിന്നെ ഖുർആൻ പറയണത് പ്രവാചകരെ അത് അങ്ങയുടെ കയ്യിലുള്ളൊരു കാര്യമല്ലത്. അള്ളാഹു ഒരു കൂട്ടരെ ശിക്ഷിക്കാം, ഒരു കൂട്ടർക്ക് പുറത്തു കൊടുക്കാം, അത് അള്ളാഹിൻ്റെ മാത്രം തീരുമാനമാണ്. അങ്ങ് ആ വർത്തമാനം പറയാൻ പാടില്ലായിരുന്നു. അവരെങ്ങനെയാണ് രക്ഷപ്പെടുക എന്നെങ്ങനെ നിങ്ങൾ ചോദിക്കുക? ഒരിക്കൽ ചിലപ്പോൾ പടച്ചവൻ പുറത്തു കൊടുക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അകപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ രക്തം വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ അമ്പ് തറച്ച് നിൽക്കുകയാണ്, നബിൻ്റെ പല്ല് പോവുകയാണ്, ചുണ്ട് മുറിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ മുറിവ് പറ്റുകയാണ്. പ്രവാചകൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇങ്ങനെ ആയാൽ പിന്നെ എങ്ങനെ ഇവർ വിജയിക്കാന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഇടപെട്ട ആയത്തിറങ്ങുകയാണ്. 7 ആകാശത്തിന് മുകളിൽ നിന്ന് ആയത്തിറങ്ങുകയാണ്. ആ ആയത്തിറങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, അള്ളാഹ് ചിലപ്പോൾ അവർക്ക് തൗബ കൊടുക്കാം, അള്ളാഹ് ചിലപ്പോൾ അവർ ശിക്ഷിച്ചു എന്ന് വരാം. അവർ അക്രമികളാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർ അക്രമികളാണ്, അവർ ദുൽമ ചെയ്ത ആൾക്കാരാണ്, അവർ ലോലിമുകളാണ്. പക്ഷേ അവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുമോ അവർ ശിക്ഷിക്കുമോ എന്നൊക്കെ ഉള്ളത് അള്ളാഹിൻ്റെ മാത്രം ഡിസ്ക്രീഷനാണ് എന്ന് പറയുകയാണ് അള്ളാഹു. ഈ ഖാലിദ് ബിൻ വലീദ് പിന്നെ ആരാണ്? കുറച്ച് കഴിയുമ്പോൾ ഈ ഖാലിദ് റളിയല്ലാഹു അൻഹു ആരാണ്? അത് ആ തൗബ എന്ന് പറയുന്നത് എത്ര വലിയ അതിക്രമിക്ക് മുന്നിലും അതിനേക്കാൾ വലിയൊരു അക്രമമല്ല ശരിക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു തെറ്റെന്താ ഒരു ലോകത്ത് മനുഷ്യന് ചെയ്യാനുള്ളത്? ആ യുദ്ധം ഇങ്ങനത്തെ ഒരു പരിതസ്ഥിതിക്ക് പോകുന്ന പറഞ്ഞാൽ അതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? പക്ഷെ അയാൾക്ക് മുന്നിൽ പോലും ഇസ്തിഗ്ഫാറിൻ്റെയും തൗബയുടെയും വാതിലുകൾ ഒരിക്കലും അടയുന്നില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു നിലപാട് അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകാതിരിക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.